Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ അമ്മോ, എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. വെയിറ്റ് ചെയ്ത് എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് നമ്മുടെ മോട്ടു പത്തുള്ളൂ ഒന്ന് വേഗം കാണാനുണ്ട്. തരാം ചിങ്കാച്ചേട്ടാ തരാം. എന്താ ഇത്ര തിരക്ക്? നിങ്ങൾ ക്യൂവിലാണ്. എല്ലാവർക്കും നമ്പർ അനുസരിച്ച് ചായ കിട്ടും. നിങ്ങളുടെ നമ്പർ ആണെങ്കിൽ 25-ാമത്തതാ. നമ്പറോ? എന്തോന്ന് നമ്പർ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഞങ്ങള് 3 പേരല്ലേ ഉള്ളൂ. എന്തിനത്ര ലേറ്റ് ആവുന്നത്? ചിങ്കം സാറ്, ഞാൻ മോഡേൺ സിറ്റിയില് ഹൈടെക് ടവറിന്റെ മുമ്പിൽ കട വെച്ചപ്പോ തൊട്ട് എന്റെ കടയില് ചായക്ക് നല്ല ഓർഡർ വരാറുണ്ടായിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കി ക്ഷീണിച്ചു പോവായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, 25 ചായ പിന്നെ ഉണ്ടാക്കണം. എനിക്ക് മനസ്സിലാവണില്ലേ, ഇവര് ഓഫീസിൽ ജോലി ചെയ്യണോ അതോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ ചങ്കേന്റെ ബ്രോ ചിങ്കം സാർ, വിഷമിക്കണ്ട. നമ്മൾ മോട്ടു പത്രോളിന്റെ ഒപ്പം തന്നെ ചായ കുടിക്കാം. അവിടെ നമുക്ക് നമ്പേഴ്സ് ഒന്നും ഉണ്ടാകില്ല. നിൽക്ക് നിങ്ങൾ ആരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? ഇൻസ്പെക്ടർ ചിങ്കം. എന്റെ പേര് താൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? സാറിനെ ആർക്കാണ് അറിയാൻ മേലാത്തത്? കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വരൂ നമുക്ക് പോകാം. സാർ കുറച്ചു നേരം ഒന്ന് അടങ്ങി നിൽക്കോ, ഞാൻ സാറിനെ ഒന്ന് പരിശോധിച്ചോട്ടെ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇൻസ്പെക്ടർ ചിങ്കത്തിനെ പരിശോധിക്കും. നിന്നെ പിടിച്ച് ഞാൻ ജയിലിനകത്തിടും. സോറി സാർ, എന്നോട് ക്ഷമിക്കണം. സാർ ധൈര്യമായിട്ട് അകത്തേക്ക് പൊക്കോളൂ. ചിങ്കം സാർ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. എന്റെ അമ്മോ മോട്ടു, നിന്റെ ആ സെക്യൂരിറ്റി ഗാർഡ് കാരണം എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. പൊളിച്ചെടുത്തല്ല, എനിക്കിവിടെ വന്നപ്പോ ഒരു ചൂട് ചായ കുടിക്കണമെന്ന് തോന്നുന്നു. അതെ, എന്താന്നറിയില്ല ചിങ്കം സാർ. ഇവിടെ വരുമ്പോ തന്നെ ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് ചായ കുടിക്കാനും തോന്നുന്നു. ചേട്ടാ മോട്ടു പത്ലു, എന്റെ ചങ്ക എന്റെ ബ്രോ, ആരും വിഷമിക്കണ്ട. ഞാൻ ഫുർക്കി ചായപ്പൊടി തയ്യാർ ചെയ്തിട്ടുണ്ട്. അതെ, ആ ചായ കുടിച്ചാൽ നിങ്ങൾ എല്ലാവരും നല്ല ബ്രിസ്ക് ആയിട്ടിരിക്കാം, നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഒരു ദിവസം മുഴുവൻ നമുക്ക് ബ്രിസ്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതെ വലിയേട്ടാ, ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. നാളെ ഞങ്ങൾ നല്ലൊരു ചായയായിട്ട് ഇങ്ങോട്ട് വരാം ചേട്ടാ. ഇതാ പിടിച്ചോ ചായപ്പൊടി. ഇതാ ചായ റെഡി. കൊള്ളാൻ പറ്റലു. ചായ കുടിച്ചതിന് ശേഷം നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ടല്ലേ? അതുകൊണ്ട് ആ ചായക്കട ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞാലോ? അതേ മോട്ടു, നീ മറന്നുപോയോ? ഇന്ന് നമ്മൾ കുടിക്കാനായി ഫുർത്തി ചായ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ചായ കുടിക്കൂ എന്നിട്ട് ഉഷാറാവൂ. അരെ വാ, എന്ത് നല്ല മണം. ഇത് ഇവിടെ നേരത്തെ വന്നത്. സാർ, എനിക്കൊരു ചായ തരാമോ? ചായ തരാം ഇതിന്ന്. ഓക്കെ, എല്ലാവർക്കും തരാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ. മോട്ടു, ഈ ചായ കുടിച്ചപ്പോ നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്. ഇത് കുടിച്ച ഉടനെ ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷം കിട്ടിയതുപോലെ ഉണ്ട് പത്തലു. വരൂ, ലെറ്റ്സ് വർക്ക്. വേഗത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ മോട്ടു? നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 1 മാസമായിട്ട് വർക്കെല്ലാം പെൻഡിംഗ് ആണ്. ഇനിയിപ്പോ ഇന്ന് ജോലിയെല്ലാം തീർത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. 1 മാസം വരെയുള്ള ജോലികളൊക്കെ തീർന്നു സാറേ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തരാൻ നോക്ക്. എന്താ ഇത്? എങ്ങനെ? ഇത് കള്ളത്തരമാണ്. ഇന്നലെ വരെ ജോലി ബാക്കിയായിരുന്നല്ലോ. ഇന്നിപ്പോ ഓഫീസ് തുറന്നല്ലേ ഉള്ളൂ. മര്യാദക്ക് ക്ലീനിങ് പോലും കഴിഞ്ഞിട്ടില്ല. അതെ സർ, ഇതെന്റെ ഫുർത്തി ചായയുടെ മായാജാലമാണ്. അതെ എന്റെ ബോസ്, ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ചായ ഒന്ന് കുടിച്ചു നോക്ക്. എങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നേ. അങ്ങനെയാണോ? എങ്കിൽ എനിക്കും കുറച്ച് ചായ താ. കുടിക്കൂ. എങ്ങനെയുണ്ട് സാറേ? ഹലോ,
എന്താ സുഹൃത്തെ മോട്ടു, നിങ്ങൾ എല്ലാരും എവിടെയെന്ന്? ഇന്ന് രാവിലെ തൊട്ട് ഒരു ഓർഡറും വന്നില്ലല്ലോ ചായക്ക്. ആ അതെ എന്റെ ചായക്കട ചേട്ടാ, അതെന്താണെന്ന് വെച്ചാ ഡോക്ടർ ജഡ്ക ഞങ്ങൾക്ക് ഉന്മേഷം വരാൻ ഒരു ചായപ്പൊടി തന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും അതിനെ കൊണ്ട് നല്ല ചായ ഉണ്ടാക്കി കുടിച്ചെന്നേ. അല്ല ഇതെന്താ പറയണ മോട്ടു ചേട്ടാ? അപ്പൊ ഞാൻ ഇത്രയും പാൽ എന്ത് ചെയ്യും? ചായക്കട ചേട്ടാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു വിഷമിക്കുന്നത്? ഞങ്ങളില്ലേ? അല്ല ഞാൻ എന്താ പറയണ്ട ജോണേട്ടാ, ഡോക്ടർ ജഡ്ക മോട്ടും പത്രൂരും ഒരു പ്രത്യേകതരം ചായ കൊടുത്തു. അത് കുടിച്ച പിന്നെ ആരും എന്റെ ചായ കുടിക്കണില്ല. ഞാൻ വിചാരിച്ചു മോട്ടും പത്രും എന്റെ നല്ല സുഹൃത്തുക്കളാണെന്നാ, പക്ഷെ അവര് എന്റെ വയറ്റത്താണ് ഇപ്പൊ ഇടിച്ചിരിക്കുന്നത്. ആ ഇപ്പൊ കണ്ടോ ചേട്ടാ, എന്റെ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ നഷ്ടം വന്നിരിക്കുന്നത് കണ്ടോ? ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കിപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലാവണില്ല എന്റെ പൊന്നു ചേട്ടാ. എന്റെ ചങ്കേന്റെ ബ്രൂ ചായക്കട ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വരൂ ഡോക്ടർ ജഡ്ക, നിങ്ങളോട് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ എന്താ കാണിച്ച എന്റെ കച്ചവടം നിങ്ങൾ കൂട്ടിക്കാൻ നോക്കുകയാണോ? പിടിച്ചോ. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ ചെയ്ത തെറ്റ് എന്താന്ന് എന്നോട് പറ. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്കിൽ വാ, ഞാൻ പതുക്കെ നിങ്ങൾക്ക് മര്യാദക്ക് പറഞ്ഞു തരാം. അയ്യോ വീണ്ടും അകത്തോ? വേണ്ട, കസിറ്റാരോ, നമുക്ക് ഓടിക്കളയാം. ഓഹോ, അപ്പൊ ഇതായിരുന്നു കാര്യം. എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടടാ. അതെ ബോസ് എന്ത് ചെയ്യാൻ പോവുകയാണ്? ചായക്കട ചേട്ടാ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ? എന്റെ ജോണേട്ടാ, നല്ല കാര്യം ചെയ്യുമ്പോ ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്റെ ബിസിനസ് ഒന്ന് പച്ചപിടിപ്പിച്ചതാ. ഇത് സയന്റിസ്റ്റ് വൈറസ് തന്ന പൗഡറാണ്. ഇതിൽ ചായ ചെയ്ത് കൊടുത്താൽ മനുഷ്യൻ 1000 മടങ്ങ് കൂടുതലായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങും. ഇനി നടക്കാൻ പോകുന്നതൊക്കെ നോക്കിക്കോ. പത്തുലു, ഇന്നും നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കേട്ടോ. കാരണം എല്ലാവർക്കും നിന്റെ ഈ ചായ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചായ. ഗുഡ് മോർണിംഗ് മോട്ടു പത്ലു. ഗുഡ് മോർണിംഗ് മോട്ടു പത്ലു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ചായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ജോലിയും കുറേയേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള ജോലി ഇന്ന് തന്നെ തീർക്കാൻ പോവുകയാണ്. അല്ല പത്തുലു, ഇതെന്താണ് സംഭവിക്കുന്നത്? അറിയില്ല മോട്ടു, കൈകളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇതെന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? എന്റെ കൈ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ജോലി തരൂ, കൈ നിർത്താൻ പറ്റുന്നില്ല. പണി തരൂ, പെട്ടെന്നാവട്ടെ. ഞങ്ങളുടെ കൈ നിർത്താൻ പറ്റുന്നില്ല, പെട്ടെന്നാവട്ടെ. ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പണി തരൂ. ഞങ്ങളുടെ കൈ എനിക്ക് ജോലി തായോ. എന്റെ അമ്മോ, ഈ ബിൽഡിംഗ് എങ്ങനെ താഴേക്ക് വീണത്? ഡോക്ടർ ചക്ക, ഇത് നിങ്ങളുടെ ചായ കാരണമെന്ന പ്രശ്നമാണ്. ഇപ്പൊ എങ്ങനെയാണ്? അടിപൊളിയല്ലേ? പക്ഷെ ജോണേട്ടാ, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത് നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഞാൻ ഇത് മാത്രമേ വിചാരിച്ചുള്ളൂ. മനുഷ്യർ എന്റെ കടയിൽ വന്നിട്ട് ചായ കുടിക്കണം, എന്റെ ബിസിനസ് നന്നായിട്ട് ഓടണം. ഇങ്ങോട്ട് നോക്കിയേ, ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പത്ലു, നിങ്ങൾ എന്താണ് ഞങ്ങളെ കുടിപ്പിച്ചത്? നോക്കൂ, നിങ്ങൾ കാരണമാ മുഴുവൻ ബിൽഡിംഗ് ആണ് ഇടിഞ്ഞു വീണത്. നിങ്ങളുടെ പുറത്ത് ഞങ്ങൾ കേസിടും. നിങ്ങളെ വെറുതെ വിടില്ല. നോക്കിക്കോ നിങ്ങള്. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഓക്കെ, ഇനി പുതിയ ജോലി എന്താന്ന് കേട്ടോളൂ. ഈ ബിൽഡിങ്ങിനെ നമ്മൾ തിരിച്ച് പുതിയതുപോലെ ആക്കണം. പത്ലു,
ഇനി ഇതുപോലത്തെ ചായ ഒന്നും മേലെ കൊണ്ടുവന്നേക്കരുത്. ശരി ചേട്ടാ, ഞാൻ കൊണ്ടുവരില്ല. നിങ്ങൾ ചെല്ലേ. ചായക്കട ചേട്ടാ, എല്ലാവർക്കും നല്ല ചായ ഇട്ട് കൊടുത്തേ. ഡോക്ടർ ജഡ്ക ഇനി ഞങ്ങളെ ചായ കുടിപ്പിക്കരുത്. നിങ്ങൾ കണ്ടില്ലേ ആ ബിൽഡിങ്ങിന്റെ സ്ഥിതി എന്താണ് ആയതെന്ന്? ചേടാ എന്റെ ചങ്കേ, എന്റെ ബ്രോ, എന്റെ ചായയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിൽ വേറെ ആരോ എന്തോ കലർന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. മോട്ടുപത്ലു, ദേ നോക്ക്, ഈ ജോണാണ് എന്തോ കലർത്തിയത്. ഇയാൾ എന്നോട് പറഞ്ഞായിരുന്നു എന്തോ ഒരു കുരുമാൽ ഒപ്പിക്കാൻ പോവാണെന്ന്. അയ്യോ, ചായക്കട ചേട്ടൻ എന്നെ ഇങ്ങനെ കുടിക്കല്ലോ. കുടിപ്പിക്കവനെ. എനിക്ക് വേഗം എന്തെങ്കിലും ജോലി തരൂ, വേഗം എന്തെങ്കിലും ജോലി തരൂ. ചെല്ല്, നീ കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ. വേഗം. അയ്യോ, ഇതൊക്കെ എന്റെ അല്ലേ, ഇതൊക്കെ എന്റെയാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഡോക്ടർ ജഡ്കയുടെ ഉന്മേഷം വരുവാനുള്ള ചായപ്പൊടി കൊണ്ടിട്ട ചായയാണ്. എങ്ങനെയുണ്ട്? ശരിയാ, ഇനി നമുക്ക് ജയിലിലേക്ക് പോകാം. ജയിലിനകത്ത് നിനക്ക് കുടിക്കാൻ നല്ല ചൂട് ചായ കിട്ടും. റെഡി അല്ലേ? Watch India's largest kids library only on Geo Hotstar. Download the app now.